അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ തട്ടി കൊല്ലം ജില്ലയിലെ 100ഓളം ബോട്ടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ വലയും അനുബന്ധ ഉപകരണങ്ങളും നശിച്ചു. കണ്ടെയ്നറിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ മുതൽ തോട്ടണ്ടി വരെയാണ് വലയിൽ കുടുങ്ങുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചിട്ടും ഈ അപകടങ്ങൾ മൂലം മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ സമയമാണ്. വലയെറിഞ്ഞത് വൻ ചാകര പ്രതീക്ഷിച്ചാണ്. ആ പ്രതീക്ഷയിൽ വല വലിച്ചു. വലയിലെ ഭാരം ക്രമേണ കുറഞ്ഞു. കീറിനശിച്ച വലയിൽ കുടുങ്ങിയത് കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ. കഴിഞ്ഞ ഒരു മാസമായി കൊല്ലം തീരത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ഭൂരിഭാഗം പേരുടെയും അവസ്ഥ ഇതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വല പിന്നെ ബാക്കി കിട്ടുക. 70,000 രൂപ ഒരു വല സെറ്റോടെ വേണമെങ്കിൽ അതിൻ്റെ റോപ്പും കാര്യങ്ങളും ഫ്ലോട്ട് കോഡൻറ്റ് ഇതെല്ലാം മൊത്തത്തിലങ്ങ് പോയി. ഇതിനെക്കുറിച്ച് തിരക്കാനും പിടിക്കാനും ഒന്നും ആരും വരുന്നില്ല. നമുക്കിത് എവിടെ ഇതിനെക്കുറിച്ച് പറയേണ്ടതൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. പഞ്ഞിക്കെട്ടുകൾ, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ, എന്തിന് അഴുകിയ തോട്ടണ്ടി വരെയാണ് വലയിൽ കുടുങ്ങുന്നത്. സ്ഥിരമായി മത്സ്യം ലഭിക്കുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ ഒഴുകി നടക്കുന്നത് കണ്ടെയ്നറിൽ നിന്നുള്ള ഇരുമ്പ് ഷീറ്റുകൾ. സാധാരണ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള ആക്രിക്കടകൾ അതിന് സമാനമായ ഒരു അവസ്ഥയാണ് കൊല്ലം തീരത്തെ തിരമേഖലകളൊക്കെ തന്നെ ഉള്ളത്. ഈ വലിയ കപ്പൽ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ വലയിൽ കുടുങ്ങി കുടുങ്ങിയ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ ബോട്ടിലേക്ക് കയറ്റി കൊണ്ടുവന്ന് ഈ തീരത്തെ ഓരോ സ്ഥലങ്ങളിലും ഡംപ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുമൂലം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം, വല മുറിയുന്നു, ഒപ്പം തന്നെ ശരീരത്തിലേക്ക് കേടുപാടുകളുണ്ടാകുന്നു, അങ്ങനെയൊക്കെ തന്നെ മുറിവുകളുണ്ടാകുന്നു. അങ്ങനെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഈ പ്രദേശത്തെ ചെറുതും വലുതുമായിട്ടുള്ള മത്സ്യബന്ധന യാനങ്ങളിൽ പോകുന്ന ആൾക്കാർക്കുള്ളത്. സ്ഥിരമായിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലം, ഈ പണിയെടുത്തുകൊണ്ട് നടക്കുന്ന സ്ഥലമായിരുന്നു. അവിടെങ്ങും ഇത് ഈ ഒരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അവിടെ പോയി വലയിടാൻ പറ്റാത്ത അവസ്ഥയായി. കപ്പൽ കമ്പനിക്കാർ നഷ്ടപരിഹാരം തരുന്നൊക്കെ തന്നോ? കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇത് തിരക്കാനോ പിടിക്കാനോ ഒന്നും ആരും വരുന്നില്ല. കൊല്ലം ജില്ലയിൽ മാത്രം 100ഓളം ബോട്ടുകൾക്ക് കേടുപാടുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയുടെ വലകൾ നശിച്ചു. പങ്കായങ്ങൾ ഒടിഞ്ഞു. എംബസി എൽസാത്രി കപ്പല് മുങ്ങിയിരിക്കുന്നത് തോട്ടപ്പള്ളി തൂക്ക് 14.5 നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് കരയിൽ നിന്ന്. അപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്ന യാനങ്ങൾക്ക് ഉടമകൾക്ക് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ, നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അവിടെയാണ് ഇതിന് യഥാർത്ഥത്തിൽ കേസെടുക്കാനായിട്ടുള്ള നടപടിക്ക് അധികാരം കൊടുത്തിട്ടുള്ളത്. നാശനഷ്ടമുണ്ടാകുന്ന ബോട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. പക്ഷേ ഈ നഷ്ടപരിഹാരത്തിന് എവിടെയാണ് അപേക്ഷ നൽകേണ്ടത്, അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിൻ്റെ മാനദണ്ഡം എന്താണ്, അവയൊന്നും തന്നെ ഈ എന്നോടൊപ്പം നിൽക്കുന്ന ഈ തൊഴിലാളികൾക്ക് അറിയില്ല, മത്സ്യബന്ധന മേഖലയ്ക്ക് അറിയില്ല. അതിനൊരു കാര്യം, എവിടെയാണ് ഈ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകേണ്ടതെന്നെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്മനസ് സർക്കാർ കാട്ടണം. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.